പി.ജി ഡാമിൽ വീണ പെൺകുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. 3 പേരുടെയും ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് ജൂബിലി മിഷൻ അധികൃതർ അല്പസമയം മുൻപ് അറിയിക്കുകയും ചെയ്തിരുന്നു. വരുന്ന സമയത്ത് പൾസ് നോർമൽ ആയിരുന്നില്ല. പൾസ് നോർമൽ ആയതിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. മുതിർന്ന ഡോക്ടർമാരെ അടക്കം ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നും ജൂബിലി മിഷൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആവശ്യമെങ്കിൽ പുറത്തുനിന്നടക്കം ഡോക്ടേഴ്സിനെ കൊണ്ടുവരും. മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും. കുട്ടികളുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, ഇപ്പോൾ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മന്ത്രി കെ രാജൻ അറിയിക്കുന്നത്. ഈ പ്രത്യേക മെഡിക്കൽ ബോർഡ് അടക്കം രൂപീകരിക്കുന്ന നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ പുറത്തുനിന്നടക്കം ഡോക്ടർമാരെ എത്തിക്കുന്നത് പരിഗണിക്കും എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വൈകുന്നേരത്തോടു കൂടി ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. നിലവിൽ ഈ 4 പേരും വെന്റിലേറ്ററിലാണ് തുടരുന്നത്. ഇതിൽ നിമ എന്ന പി.ജി സ്വദേശിനിയായിട്ടുള്ള കുട്ടിയുടെ വീട്ടിലേക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ എത്തിയത്. മന്ത്രി രാജൻ ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. എന്താണ് കുട്ടികളുടെ സ്ഥിതി മന്ത്രി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശങ്കയുണ്ട് ചെറുതായിട്ട്. 4 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3 പേരുടെ സ്ഥിതി കുറച്ച് ഗുരുതരമാണ്. എങ്കിലും ഇവിടെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയാണ്. നമ്മൾ ഇവിടെ ഉള്ള നടപടിക്ക് പുറമെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരോട് കൂടി വരാനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകുകയാണ്. 4 പേരും വെന്റിലേഷനിലാണ്. പക്ഷെ ഒരാളുടെ NIV ആണ്, വളരെ സ്മൂത്താണ്. മാസ്ക്, ഓക്സിജൻ കണക്ട് വിടാനുള്ള മാസ്കിൻ്റെ മാത്രം പ്രശ്നമേ ഉള്ളൂ. ബാക്കി 3 പേർക്കും ശ്വാസകോശത്തിലേക്ക് നേരിട്ട് കൊടുക്കേണ്ടി വരുന്ന വിധത്തിലുള്ള വെന്റിലേഷനാണ് നടപടികൾ ചെയ്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് കുട്ടികളെ രക്ഷിക്കാനായി വിവരമറിഞ്ഞ അതേ ഘട്ടത്തിൽ തന്നെ ചുറ്റുവട്ടത്തെ ആളുകളുണ്ടായിരുന്നു. അവരോടുകൂടി പിന്നെ കുട്ടിയുടെ ചേച്ചി ഹിമ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞ അതേ സ്ഥലത്തായിരുന്നു. ഏതാണ്ട് ഇവരിറങ്ങിയ സ്ഥലത്ത് തന്നെ നേരിട്ട് താഴുകയായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രദേശം ഇതൊരു സമതലമല്ല, താഴത്ത് ഏറ്റവും അടി ഒരേപോലെയല്ല, ചെങ്കുത്തായിട്ടുള്ള ഇറക്കാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുട്ടികൾ വന്നാൽ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ടാകും. അതായിരിക്കും പ്രശ്നം. ചളിയില്ലെങ്കിൽ പോലും നല്ല ഹാർഡായിട്ടുള്ള വാട്ടറായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. മാത്രമല്ല കുട്ടികൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ പെരുന്നാൾ നടക്കുന്നതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നവും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. എന്തായാലും എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാകും. അതിവേഗം രക്ഷപ്പെടുത്താനുള്ള നേരത്തെ വന്നതിനേക്കാൾ ചെറിയൊരു പ്രോഗ്രസീവായ കാര്യം കാണിച്ചിട്ടുണ്ട്. നേരത്തെ പൾസ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ പക്ഷേ പൾസ് ചെറുതായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് പോസിറ്റീവാണ്. BP കുറവാണ്, അതും കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. ഡോക്ടർമാരും ആയിട്ടെല്ലാം ഞങ്ങൾ ആശയവിനിമയം നടത്തുകയാണ്. വേഗതയിൽ സുഖം പ്രാപിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. തീർച്ചയായും പ്രവിത, ഇവിടെ എത്തിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. അതിൽ നിമയുടെ മാത്രം പൾസായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അലീന, ആൻഗ്രീസ, എറിൻ എന്നിവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി ഇവിടെ വരുന്ന സമയത്ത് വളരെ ഗുരുതരമായിരുന്നു. പക്ഷേ പിന്നീട് ഈ പൾസ് അടക്കം ലഭിക്കുന്നത് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഈ 4 പേരും ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. അതിൽ ഈ നിമയുടെ ചേച്ചി ഹിമയാണ് ഈ അപകടമുണ്ടായ വിവരം ആദ്യം ഈ നാട്ടുകാർ അറിയിക്കുന്നത്. ഹിമ വിളിച്ചു പറയുന്നു. ആ സമയത്ത് തന്നെ ഒരു 15 മിനിറ്റകം നാട്ടുകാർ അവിടെ എത്തി ഇവരെ ഈ സ്ഥലത്ത് നിന്ന് എടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ റിസർവെയർ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഒരു താഴ്ന്ന രീതിയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോവുകയായിരിക്കും. താഴേക്ക് ചെല്ലും തോറും ആഴം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ ഏറെ ആഴത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഹിമ വിവരം അറിയിക്കുന്ന ആ സമയത്ത് തന്നെ നാട്ടുകാരെത്തുന്നു. ഉടൻ തന്നെ ഒരു 15 മിനിറ്റിനകത്ത് ഇവരെ രക്ഷിക്കാനായി. ആ സമയത്ത് തന്നെ 1 കിലോമീറ്റർ അകലെ തന്നെ 3 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ഈ ആംബുലൻസുകളും ക്രമീകരിക്കാനായി. അങ്ങനെ കുട്ടികളെ വേഗത്തിൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞതാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ നൽകുന്നതെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും പ്രത്യേകം മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം കുട്ടികളുടെ രോഗവിവരം സംബന്ധിച്ച് വരും മണിക്കൂറുകളിൽ പുറത്തിറക്കുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരെ അടക്കം ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ്. അത് ആശ്വാസകരവുമാണ്. അവരുടെ പൾസൊക്കെ സാധാരണ നിലയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരല്പം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അതീവ ഗുരുതരാവസ്ഥ എന്നുള്ളതിലേക്ക് അതിൽ നിന്നൊരല്പം മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. മന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നു, കൂടാതെ വിദഗ്ധ ഡോക്ടേഴ്സ് എത്തുന്നു. അങ്ങനെ എല്ലാ മികച്ച ചികിത്സയും അവർക്ക് നൽകുന്നുണ്ട് എന്നതാണ്. എത്രയും പെട്ടെന്ന് അവരുടെ ആരോഗ്യനില പുരോഗതി ഉണ്ടാകട്ടെ, ഭേദമാകട്ടെ.